മെറ്റയ്ക്ക് ലീഗലായ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്ത് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല. ഈ കാര്യത്തിൽ ഇപ്പോൾ ഒന്നുകിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമാണെങ്കിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര നിർദ്ദേശമാണെങ്കിൽ കേന്ദ്ര സർക്കാരോ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർദ്ദേശം നൽകി എന്നത് വ്യക്തമാക്കുന്ന പതിവില്ല. സംസ്ഥാന സർക്കാരും അതിന് ഒരുമ്പിടുമെന്ന് കരുതേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ കോടതി മാത്രമാണോ ശരണം? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു രണ്ട് വശവും കേൾക്കാതെ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. സംശയം ഇപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വാർത്തകളായതുകൊണ്ട് ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമായിരിക്കാം എന്നുള്ള ഒരു സംശയമുണ്ട്, ബലമായൊരു സംശയമുണ്ട്. നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ നാളെ ഒരു മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുള്ളിടത്തോളം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതവിടെ കിടക്കുകയാണ്. നമുക്ക് ചോദിക്കാം ഈ ചോദ്യങ്ങൾ. ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തലത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടാണ് ഇങ്ങനെ വന്നതെങ്കിൽ അതിലെന്ത് നടപടിയെടുത്തു എന്നറിയാനും നമുക്ക് ഒരു ദിവസത്തേക്ക് കാത്തിരിക്കാം. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടികളുണ്ട്, അതായത് പറയുന്നില്ല എങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സ്റ്റാൻഡ് വരികയാണെങ്കിൽ മാത്രം കോടതിയിൽ പോവുകയാണെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഈ നിർദ്ദേശം വന്നത് എന്ന് നമ്മൾ കോടതിയിൽ പോകാൻ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥ വന്നാൽ അതിലേക്ക് പോകേണ്ടി വന്നേക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ നമുക്കെല്ലാവർക്കും ഇതിനകത്ത് ആർക്കും എനിക്ക് തോന്നുന്നില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അഭിപ്രായങ്ങൾ പലതാകാം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ബേസിസ്. ഇതിൽ നേരത്തെ ഈ ശ്രീ വലത് നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനൊരു വ്യക്തത വരുത്താം. ഒന്നാമത്തെ ഭരണഘടനയിൽ ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഈ ഫ്രീ സ്പീച്ചിന് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റാണ്, ആദ്യത്തെ ഗവൺമെൻറ് തന്നെയാണ്. പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പലതരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉലയ്ക്കാൻ രീതിയിലുള്ള പല ആശയങ്ങൾ വന്നപ്പോൾ കോടതികൾ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നൊരു സ്റ്റാൻഡ് എടുത്തപ്പോൾ ഗവൺമെൻറ്റിന് നിയമങ്ങൾക്കൊരു പരിധി നിശ്ചയിക്കേണ്ട അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊരു പരിധി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേകമായിട്ടൊരു വെല്ലുവിളി നേരിട്ട അവസ്ഥയിലാണ് ഇത് കൊണ്ടുവന്നത്. അത് ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കാം? 8 സാഹചര്യങ്ങളേ ഉള്ളൂ ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന. ആ സാഹചര്യങ്ങൾ ഒഴികെ വേറൊരു കാരണവശാലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കുച്ചുവിലങ്ങിടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധികളുണ്ട് പിന്നീട് അമെൻമെൻറ്റ് വന്നതിന് ശേഷവും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതും സാധാരണ മീഡിയയ്ക്കുള്ള അതേ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സോഷ്യൽ മീഡിയയിലും പലരും രണ്ട് വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് 2 പേര് പറഞ്ഞു സോഷ്യൽ മീഡിയയിലും ഉണ്ട്. കാരണം ആർട്ടിക്കിൾ 19(1)A ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം, അതേ അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രസ് ഫ്രീഡം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. വ്യക്തികൾക്കുള്ള അതേ അവകാശങ്ങൾ മാധ്യമങ്ങൾക്കുണ്ട്, സോഷ്യൽ മീഡിയയിലും അതേ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഈ ഇൻ്റർമീഡിയറി റൂൾസ് വരുമ്പോൾ അതിനകത്ത് ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള സംവാദം മാത്രമല്ല, ഇവിടെ ഒരു അതായത് നിഷ്പക്ഷമായിട്ട് ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ്. മെറ്റ എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അതിൽ പാസീവായിട്ടുള്ളൊരു ഹോസ്റ്റിംഗ് ആണോ അതോ ഒരു ഭാഗം പിടിച്ചിട്ട് ഇതിൻ്റെ കണ്ടന്റ് നോക്കി അതിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ കോടതികൾ പോകേണ്ട ഒരു അവസ്ഥ വരും. കോടതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ബാലൻസിങ് ഉണ്ടാകും. പിന്നെ ഞാനൊരു ഉദാഹരണം കൂടി പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതികളില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു. അതായത് ഒരു തമാശ പറഞ്ഞ ഒരാൾക്ക് കോടതി ഒരു വലിയ പിഴയിട്ടു. എന്താണ്? ഡിസബിലിറ്റി, അതായത് മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തതിന് സുപ്രീം കോടതി കഠിനമായിട്ട് ശകാരിച്ചു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. സഹവ്യക്തികളോടുള്ള സഹജീവികളോടുള്ള അവരെ കളിയാക്കലും അവഹേളിക്കലും അത് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. എല്ലാവരും തുല്യരാണെന്ന് ഭരണഘടന പറയുന്നു, എല്ലാവർക്കും ഭരണഘടനാപരമായ അവകാശമുണ്ട്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ശാരീരികമായ അവസ്ഥയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തതിന് 3 ലക്ഷം രൂപ പിഴയിട്ടു സുപ്രീം കോടതി. അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്, അതവിടെ വേണം. അത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴാണ് എവിടെയാണത് ചെയ്യപ്പെട്ടത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഇപ്പം നമ്മൾ ഒരു കാർഡിയോളജിസ്റ്റിനെ അടുത്ത് പോയിട്ട് എൻ്റെ കണ്ണിന് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ അദ്ദേഹമല്ല ആ സ്ഥാനത്തിരിക്കേണ്ട ആൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മന്ത്രി എന്തെങ്കിലും ചോദിച്ചതിനൊരു ഉത്തരമായിട്ട് പെട്ടെന്നൊരു പ്രതികരണം നടത്തി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായിട്ട് എടുക്കേണ്ടതില്ല.
ഗവൺമെൻറ് കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മന്ത്രിസഭ ഈ വിഷയം പരിഗണിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നാളെ നമുക്ക് മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുവരെ കാത്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണഘടനാ സ്വാതന്ത്ര്യം ഊട്ടിയുറപ്പിക്കപ്പെടും. ശരി. Debate with Madhu Saji.